Logos Bible Quiz Mega Final 2012. ഞാനെല്ലാം പഠിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പ്രതിഭാ കോമ്പറ്റീഷന് പോവുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ലോഗോസ് ക്വിസ് പഠിച്ചതിലൂടെ ബൈബിളിനെ പറ്റി കൂടുതലായിട്ട് അറിയാനും വചനങ്ങളുടെ അർത്ഥം ഗ്രഹിക്കാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. തിരുവചനം പഠിക്കാനും ഇവിടെ വന്ന് മറ്റു രൂപതകളിലെ മത്സരാർത്ഥികളുമായിട്ട് സംവദിക്കാനും പഠനത്തിൻ്റെ വിവിധ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ കഴിയുന്നത് വളരെ നല്ലൊരു അനുഭവമായി തോന്നുന്നു. എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഈ ലോഗോസ് ക്വിസ് പാർട്ടിസിപ്പേഷൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. ദൈവം എന്നോട് കാണിച്ച കാരുണ്യത്തിനും അനുഗ്രഹത്തിനും ഒത്തിരി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഏതെല്ലാം വിഷമസന്ധ്യ ഉണ്ടായാലും ദൈവവചനം വായിക്കുമ്പോൾ അത് ഞാൻ അതൊന്നും ചിന്തിക്കുകയില്ല. അതൊരു പ്രത്യേക പ്രേരണയുമാണ്. Logos Bible Quiz Mega Final 2012. ഈ വിശ്വാസ വർഷത്തിൽ നവസുവിശേഷവൽക്കരണത്തിന്റെ നൂതന പടവുകൾ താണ്ടി മുന്നേറുന്ന ആഗോള സഭയ്ക്ക് മുൻപിൽ കേരള കത്തോലിക്ക സഭ ഇതാ കാഴ്ചവെക്കുന്നു ലോഗോസ് ക്വിസ് 2012. 5.5 ലക്ഷത്തിലധികം മത്സരാർത്ഥികൾ, 7000-ത്തിലധികം മത്സരവേദികൾ, 32 രൂപതകളിൽ നിന്നായി 6000-ത്തിലധികം ഇടവകകൾ. ഇതാ ലോഗോസ് ക്വിസ് 2012ന്റെ മെഗാ ഫൈനൽ മത്സരങ്ങൾക്ക് ഇവിടെ തിരിതെളിയുകയാണ്. നമുക്ക് സാദരം സ്വാഗതം ചെയ്യാം KCBC ബൈബിൾ കമ്മീഷൻ ചെയർമാൻ അഭിമന്യ മാർ ജോർജ് പുന്നകോട്ടിൽ പിതാവിനെ. പിതാവെ, അങ്ങേക്ക് സാദരം സ്വാഗതം. മെഗാ ഫൈനൽ മത്സരങ്ങളിലേക്ക് ഇനി നമ്മളുടെ ക്വിസ് മാസ്റ്ററെ നമുക്ക് സ്വാഗതം ചെയ്യാം. ക്വിസ് മാസ്റ്റർ റെവറൻഡ് ഡോക്ടർ ജേക്കബ് നാലുപറയിൽ. 2012 ലോഗോസ് ക്വിസിന്റെ മെഗാ ഫൈനലിലാണ് നമ്മൾ പങ്കുകാരും സാക്ഷികളുമാകുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ 3 തലമുറകളുടെ പ്രതിനിധികളാണ് ഈ ഫൈനലിൻ്റെ മത്സരാർത്ഥികളായിട്ട് വന്നിരിക്കുന്നത്. കുട്ടികൾ മുതൽ അമ്മമാര്, മാതാപിതാക്കളുടെ സ്റ്റേജ്, അതിനുശേഷം ഗ്രാൻഡ് പാരൻസിൻ്റെ മേരി ടീച്ചറിലൂടെ ഉള്ള സാന്നിധ്യം. 3 തലമുറകൾ ദൈവവചനത്തോട് കാണിക്കുന്ന താല്പര്യം, ആഭിമുഖ്യം, അതിനുവേണ്ടി എടുക്കുന്ന അധ്വാനം, അതിന് മാതൃകയാണ് നമ്മുടെ ഇന്നത്തെ ഈ മെഗാ ഫൈനൽ. നമ്മൾ ഇതിൻ്റെ 1ാമത്തെ റൗണ്ടിലേക്ക് പോവുകയാണ്. 1ാമത്തെ റൗണ്ടിന് നമ്മൾ ഇട്ടിരിക്കുന്ന പേര് ഗ്നോസിസ് റൗണ്ട് എന്നാണ്. ഈ റൗണ്ടിന്റെ പ്രത്യേകതകൾ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ജിഷയെ ക്ഷണിക്കുന്നു. മെഗാ ഫൈനൽ മത്സരങ്ങളിലെ ആദ്യ റൗണ്ടായ ഗ്നോസിസ് റൗണ്ടിൽ ഓരോ മത്സരാർത്ഥിക്കും ഓരോ ചോദ്യം വീതം ലഭിക്കുന്നതാണ്. കൃത്യമായ ഉത്തരത്തിന് 10 പോയിന്റ്സ് ആയിരിക്കും മത്സരാർത്ഥിക്ക് ലഭിക്കുക. അഥവാ ചോദ്യത്തിന് ഉത്തരം പറയാനാവാതെ അടുത്ത മത്സരാർത്ഥിയിലേക്ക് ചോദ്യം പാസ് ചെയ്യപ്പെടുകയാണെങ്കിൽ സെക്കൻഡ് ചാൻസിൽ ആൻസർ ചെയ്യുന്ന മത്സരാർത്ഥിക്ക് 5 പോയിന്റ് മാത്രമായിരിക്കും ലഭിക്കുക. ഗ്നോസിസ് റൗണ്ട് പൊതുവായ ചോദ്യങ്ങളാണ്. ബൈബിളിനെ സംബന്ധിച്ച പൊതുവിജ്ഞാനം. ആദ്യത്തെ ചാൻസ് നമ്മൾ ക്ലോക്ക് വൈസിൽ വരുന്നത് കാരണം നമ്മുടെ കൂട്ടത്തിലെ സീനിയർ മോസ്റ്റ്, നമ്മുടെ കൂട്ടത്തിലെ നമ്മുടെയൊക്കെ ഗ്രാൻഡ് പാരന്റിന്റെ റോളിൽ നിൽക്കുന്ന മേരി ടീച്ചറിനാണ് 1ാമത്തെ ചാൻസ്. ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് പേര്, എവിടെ നിന്ന് വരുന്നു, ഏത് ഇടവക ഒന്ന് ഒരിക്കൽ കൂടി ഒന്ന് പറയണം ടീച്ചർ. സെന്റ് മേരീസ് ഫോറൈൻ ചർച്ച്, മുട്ടൻ ചേർത്തല. നമ്മളത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ചോദ്യം ശ്രദ്ധിക്കുക, മോണിറ്ററിലും തെളിയും. പോൾ 6ാമൻ മാർപ്പാപ്പ ദൈവം എന്ന ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രസിദ്ധീകരിച്ച തീയതി. എന്റെ മോനേക്കറിയാമല്ല. ടീച്ചർക്ക് പിടിയില്ല. നമുക്കത് പാസ് ചെയ്യാം. ജോളി എന്ത് പറയണം? 1962 ക്വസ്റ്റ്യൻ പാസ്.
1965 നവംബർ 18. റൈറ്റ് ആൻസർ 1965 നവംബർ 18. രണ്ടാമത്തെ ചോദ്യം ജോളിയോടാണ്. ഫസ്റ്റ് ചാൻസ് ശ്രദ്ധിക്കുക. കത്തോലിക്ക പഠന മേഖലയ്ക്ക് ഉണർവ് നൽകിയ ഡിവിനോ അഫ്ലാന്തെ സ്പിരിത്തു എന്ന ചാക്രിക ലേഖനത്തിന്റെ കർത്താവ്. പാസ്. സോഫി, യുവർ ചാൻസ്. പത്താം പിയൂസ്. റോങ് ആൻസർ. നെക്സ്റ്റ് ഇസ് യുവർ ചാൻസ് അനില. പിയൂസ് 12-ാമൻ. പിയൂസ് 12-ാമൻ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3. മൂന്നാമത്തെ ചോദ്യം സോഫിയോടാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. മലയാളത്തിൽ ബൈബിൾ ഭാഗങ്ങളുടെ കത്തോലിക്ക പരിഭാഷ ആദ്യമായി പ്രസിദ്ധീകൃതമായത് എവിടെ നിന്ന്, എപ്പോൾ? രണ്ട് ഭാഗമുണ്ട്. എവിടെ നിന്ന്, എപ്പോൾ? മാന്നാനം സെന്റ് ജോസഫ്സ് പ്രസ്. റോങ് ആൻസർ. യുവർ ചാൻസ് അനില. പാലാരിവട്ടം. റോങ് ആൻസർ അഗൈൻ സിസ്റ്റർ ബേറ്റി. ആളൂർ മാണിക്കത്തനാര്. റോങ് ആൻസർ അഗൈൻ. ഇറ്റ്സ് യുവർ ചാൻസ്. ആൻഡ് എറണാകുളം. ഇവിടെ ടീച്ചർ എന്തു പറയുന്നു? ഈ ജനറൽ ക്വസ്റ്റ്യൻ പാടാ, ഇച്ചിരി പാടാണ്. അടുത്തത് ജോളിയുടെ ചാൻസാ. യു ഗെറ്റ് വൺ മോർ. അറിയല്ല. ഞാൻ ഉത്തരം പറയുകയാണ്. ക്വിസ് മാസ്റ്റർ പറയുന്നു. മഞ്ഞുമേൽ കർമ്മലീത്ത ആശ്രമത്തിൽ നിന്നും 1905 ബൈബിൾ ഭാഗങ്ങളുടെ കത്തോലിക്ക പരിഭാഷ ആദ്യമായിട്ട് പ്രസിദ്ധീകരണമായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അനിലയ്ക്കാണ്. അനിലയുടെ ചാൻസ്. ചോദ്യം ശ്രദ്ധിക്കുക. മാണിക്കത്തനാർ വിവർത്തനം ചെയ്ത പുതിയ നിയമം പ്രസിദ്ധീകൃതമായ വർഷം. ഏത് വിവർത്തനത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു അദ്ദേഹം വിവർത്തനം ചെയ്തത്? ശ്രദ്ധിക്കണം. വർഷം, അതിനടിസ്ഥാനമായിട്ട് നിന്ന മൂല വിവർത്തനം. വർഷം 1983. ഓക്കെ, രണ്ടാം ഭാഗം. പാസ്. സിസ്റ്റർ ബെറ്റി. 1935 വിശുദ്ധ ബൈബിൾ. ഓക്കെ, സിസ്റ്റർ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. സിസ്റ്റർ ബെറ്റി രണ്ടാം ചാൻസിൽ പറഞ്ഞതിന് 5 മാർക്ക്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പ്രോവിദന്തിമൂസ് ദേവൂസ് എന്ന ചാക്രിക ലേഖനത്തിന്റെ കർത്താവ് ആര്? ലിയോ 13-ാമൻ. കറക്റ്റ് ആൻസർ. ലിയോ 13-ാമൻ. നെക്സ്റ്റ് ചാൻസ് ഇറ്റ് ഈസ് ആൻഡ് ചാൻസ് ആണ്. ശ്രദ്ധിക്കുക. ആനോടുള്ള ചോദ്യം. വിശുദ്ധ ജെറോമിന്റെ 1500-ാം ചരമ ദിനത്തോട് അനുബന്ധിച്ച് ബെനഡിക്ട് 15-ാമൻ മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ച ചാക്രിക ലേഖനം. വിശ്വാസത്തിന്റെ കവാടം. ക്വസ്റ്റ്യൻ പാസ് ചെയ്യുന്നു. മേരി ടീച്ചർ. ജോളി, സോഫി. പാരാക്ലിത്തൂസ് സ്പിരിത്തൂസ്. കറക്റ്റ് ആൻസർ. സ്പിരിത്തൂസ് പാരാക്ലിത്തൂസ്. 5 മാർക്ക്. ഒന്നാമത്തെ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുകയാണ്. പൂർണ്ണമാകുന്നു. അതോടൊപ്പം തന്നെ ഈ റൗണ്ടിന്റെ സ്കോർ അറിയാൻ, ആർക്കൊക്കെ എത്ര പോയിന്റ് കിട്ടിയെന്ന് അറിയാൻ നമ്മൾ ജിഷയെ കേൾക്കാം. ഗൗരവമേറിയ ഗ്നോസിസ് റൗണ്ടിനൊടുവിൽ മത്സരാർത്ഥികൾക്ക് ലഭിച്ചിരിക്കുന്ന സ്കോറുകൾ ഇപ്രകാരമാണ്. ശ്രീമതി NJ മേരി പോയിന്റുകളൊന്നും നേടിയിട്ടില്ല. ശ്രീമതി ജോളി റോബർട്ടും പോയിന്റുകൾ ഇനിയും കരസ്ഥമാക്കേണ്ടിയിരിക്കുന്നു. സോഫി ജോസഫിന് 10 പോയിന്റ്സ് സ്കോർ ചെയ്യുവാനായിട്ടുണ്ട്. അനില സോജൻ 5 പോയിന്റ്സ് സ്കോർ ചെയ്തിരിക്കുന്നു. സിസ്റ്റർ ബെറ്റി LAR 15 പോയിന്റ്സ് സ്കോർ ചെയ്തിരിക്കുന്നു. ആൻഡ്രൂ ഇനിയും സ്കോർ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ രണ്ടാമത്തെ റൗണ്ടിലേക്ക് നേരിട്ട് പോവുകയാണ്. ഇത്തവണ ആന്റി ക്ലോക്ക് വൈസ് ആണ് ചോദ്യം. ഈ റൗണ്ടിന്റെ പേര് ഫീദസ് റൗണ്ട് എന്നാണ്. ഈ റൗണ്ടിന്റെ പ്രത്യേകതകൾ ജിഷ നമ്മളോട് പറയും. ഫീദസ് റൗണ്ടിൽ മത്സരാർത്ഥികൾക്ക് ബിബ്ലിക്കൽ സിലബസിൽ നിന്ന് ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓരോ ചോദ്യത്തിനും 10 മാർക്കുകൾ വീതമായിരിക്കും ലഭിക്കുക. തെറ്റിപ്പോയാൽ പാസ് ചെയ്യപ്പെടുന്ന ചോദ്യത്തിന് 5 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ആന്റിൻ്റെതാണ് ഒന്നാമത്തെ ചാൻസ്. ചോദ്യം ശ്രദ്ധിക്കുക. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. വിശ്വാസ വർഷത്തിൽ നാം ശിരസ വഹിക്കേണ്ട ഈ
ഉദ്ധരണി എവിടെ നിന്ന്? മർക്കോസിന്റെ സുവിശേഷം Right. 11-ാം അധ്യായം 22-ാം വാക്യം. ക്വസ്റ്റ്യൻ പാസ് ചെയ്യുന്നു. സിസ്റ്റർ ബേറ്റിക്ക് ചാൻസ്. 11-ാം അധ്യായം 22-ാം വാക്യം. അനില. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 24-ാം വാക്യം. വീണ്ടും സോഫി. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം. കറക്റ്റ് ആൻസർ 9:23. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് പ്രവാചകന്റെ വചനങ്ങളാണ്, ശ്രദ്ധിച്ചു കേൾക്കണം, ഏത് പ്രവാചകന്റെ വചനങ്ങളാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്നത്? ലിറ്ററൽ, അക്ഷരാർത്ഥത്തിലുള്ള പ്രയോഗത്തെ കുറിച്ച് മാത്രമാണ് ചോദിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഏത് പ്രവാചകൻ, പഴയ നിയമ പ്രവാചകന്റെ വചനങ്ങളാണ് മർക്കോസിൽ ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്നത്? മലാക്കി പ്രവാചകന്റെ കറക്റ്റ് ആൻസർ. വളരെ നന്നായിരിക്കുന്നു. അടുത്ത ചോദ്യം അനിലായോടാണ്. ശ്രദ്ധിച്ച് കേൾക്കുക ചോദ്യം. ചെറിയ വെളിപാട് എന്ന് ബൈബിൾ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷ ഭാഗം ഏത്? വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം. ഉറപ്പാണോ? ഉറപ്പാണെങ്കിൽ 10 മാർക്ക്. 13-ാം അധ്യായം. അടുത്തത് സോഫിയുടെ ചാൻസ് അല്ലേ? ചോദ്യം കേട്ടുള്ളൂ. 4-ാമത്തെ ചോദ്യം. ദാനിയേൽ 7:13-14 സ്വാധീനമുള്ള മർക്കോസിന്റെ സുവിശേഷത്തിലെ വാക്യം, അധ്യായവും വാക്യവും പറയണം. വാക്യം: മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടി മേഘങ്ങളിൽ വരുന്നത് നിങ്ങൾ കാണും. കറക്റ്റ് ആൻസർ. അതിന്റെ അധ്യായവും വാക്യവും ഒന്ന് പറയാമോ? 13-ാം അധ്യായം. റൈറ്റ്. 26-ാം വാക്യം. റൈറ്റ്. 13:26. അടുത്ത ചാൻസ് ജോലിയുടേതാണ്. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. യേശുവിലുള്ള എത്ര വിശ്വാസ പ്രഖ്യാപനങ്ങളാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ ഉള്ളത്? അത് ഏവ? ഒന്നുകൂടെ കേൾക്കണം. എത്ര വിശ്വാസ പ്രഖ്യാപനങ്ങൾ, യേശുവിലുള്ള വിശ്വാസ പ്രഖ്യാപനങ്ങളാണ് മർക്കോസിലുള്ളത്? അത് എത്ര എണ്ണം? ഏതൊക്കെ? 3 എന്നുള്ളത് ആദ്യത്തെ ഭാഗത്തിന്റെ ശരിയായ ഉത്തരമാണ്. ഇനി എന്റെ ചോദ്യം 2-ാം ഭാഗം. അതേതൊക്കെ? 9, 30, 32, 10, 32, ഞാൻ ചോദ്യം പാസ് ചെയ്യാണ്. മേരി ടീച്ചറിന്റെ ചാൻസ് ആണ്. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഞാൻ എന്റെ ചോദ്യം ടീച്ചർ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഈശോയില് ഈ സുവിശേഷത്തിലെ ചില കഥാപാത്രങ്ങൾ വിശ്വാസം പ്രഖ്യാപിക്കും. ഈശോയിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കും. അതാ നമ്മൾ പറയുന്നത്. ആ ബാലന്റെ പിതാവ് പറയുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം. ഒരു ക്ലൂടെ തരിക. യേശു ആരാണ്, ഈശോ ആരാണ് എന്നുള്ള ചോദ്യം അത് വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത്. പത്രോസ് വിശ്വസിച്ച് പറയുന്നുണ്ട്, നീ ക്രിസ്തുവാണെന്നുള്ള. ഓക്കെ, നീ ക്രിസ്തുവാണ്. റൈറ്റ് ആൻസർ. പിന്നെ അടുത്തത് ഇനിയുണ്ട്. 3 പറഞ്ഞത്. അത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞു. 1 സെക്കൻഡ് കൂടെ തരും. ഓക്കെ, പാസ്. യുവർ ചാൻസ്. ശതാധിപൻ സത്യമായി മനുഷ്യൻ ദൈവപുത്രൻ. കറക്റ്റ് ആൻസർ. ശതാധിപൻ സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. പിന്നെ ഒന്നുകൂടെ. പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം: നീ ക്രിസ്തുവാണ്. പ്രഖ്യാപനം: നീ ക്രിസ്തുവാണ്. കറക്റ്റ്. പരിശുദ്ധ ആത്മാവ് പ്രാപിച്ച രൂപത്തിൽ ഇവൻ എന്റെ പ്രിയപുത്രൻ, നീ എന്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അത് ആരാ പറയണേ? ആത്മാവ്. ഓക്കെ, അതല്ല, മനുഷ്യരാണ് യേശു ആരാണെന്നുള്ള വിശ്വാസം പ്രഖ്യാപിക്കുന്നത്. അതാണ് ചോദ്യം. 2 പറഞ്ഞു. ഇനി ഒരെണ്ണോടെ പറയാനുള്ള അവസരമുണ്ട്. ഇല്ല, പാസ് ചെയ്യും. ക്വസ്റ്റ്യൻ പാസ്. സിസ്റ്റർ ബെറ്റി. പിശാച് ബാധിച്ച ബാലൻ. നെക്സ്റ്റ് അനില. ബർത്തിമേയൂസ് യേശുവിലുള്ള വിശ്വാസം കൊണ്ട് ദാവീദിന്റെ പുത്ര എന്നിൽ ബർത്തിമേയൂസ് അല്ല, സോഫി. മർക്കോസ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ. കറക്റ്റ് ആൻസർ. മർക്കോസ് 1:1 ദൈവപുത്രനും ക്രിസ്തുവുമായ യേശുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. യേശു ആരാണെന്നുള്ളതാണ് ഈ സുവിശേഷത്തിന്റെ പ്രമേയം. അത് വളരെ അസന്നിഗ്ധമായിട്ട് തുടക്കത്തിൽ തന്നെ ആദ്യ വാചകത്തിൽ അവൻ ക്രിസ്തുവാണ്, ദൈവപുത്രനാണ്, നസ്രത്തിലെ യേശു, അത് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സുവിശേഷകൻ തുടങ്ങുന്നത്. പിന്നെ സുവിശേഷത്തിന്റെ നടുവിൽ വെച്ച് ഈ 2 ടൈറ്റിൽസ്, 1 അവൻ ക്രിസ്തുവാണ്, 2 അവൻ ദൈവപുത്രനാണ്.
ഇതിൽ ആദ്യത്തെ ടൈറ്റിൽ ക്രിസ്തു എന്നുള്ളത് 8:29. 8:29 ഒന്നാമത്തെ ടൈറ്റിൽ വരുന്നു. പത്രോസ് പറയുന്നു, നീ ക്രിസ്തുവാണ്. അതിന്റെ ബാക്കി നിൽക്കുന്ന യേശു ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം വരുന്നത് ശതാധിപനാണ്. യേശു മരിക്കുമ്പോഴാണ്. അവൻ ഇപ്രകാരം മരിച്ചത് കണ്ട് അവൻ അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ പറഞ്ഞു, ഈ മനുഷ്യൻ സത്യമായും ദൈവപുത്രൻ ആയിരുന്നു. 3 വിശ്വാസ പ്രഖ്യാപനത്തിന്റെ മുഹൂർത്തങ്ങൾ ഞാൻ മാർക്ക് എങ്ങനെ വീതിക്കണമെന്നുള്ളത് ജൂറിക്ക് വിടുക. ചോദ്യത്തിന് 2 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് എത്ര എണ്ണം എന്നുള്ളത് നമ്പരും, പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷനും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം പോയിരിക്കുന്നത് ശ്രീമതി ജോളിയോടാണ്. ജോളി നമ്പർ കൃത്യം പറഞ്ഞതുകൊണ്ട് 10ന്റെ പകുതി മാർക്ക് ജോളിക്ക് കൊടുക്കും. ബാക്കിയുള്ള 5ൽ ഒരു ഉത്തരം ശ്രീമതി മേരി പറഞ്ഞതുകൊണ്ട് 1.5 മാർക്ക് ശ്രീമതി മേരിക്ക് പോകും. അതിന്റെ ബാക്കി ഒരു ശരി ഉത്തരം ആൻ പറഞ്ഞതുകൊണ്ട് ആനും 1.5 മാർക്ക്. അവസാനത്തെ ഒരെണ്ണം പറഞ്ഞത് ശ്രീമതി സോഫിക്കും 1.5 മാർക്ക്. അടുത്ത ചോദ്യം, ഈ റൗണ്ടിലെ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. മേരി ടീച്ചറിന്റെ ചാൻസ് ആണ്. ലെവിറേറ്റ് നിയമം എന്ന പ്രയോഗം ഏതു ഭാഷയിൽ നിന്ന് വരുന്നു? ഒന്ന്, മൂലപദത്തിന്റെ അർത്ഥം എന്ത്? ഒന്ന് ശ്രമിച്ചാൽ കിട്ടും. ഒന്ന് ലത്തീൻ എന്നാണ് പറയുന്നത്. കറക്റ്റ്, അത് കൃത്യമാണ്. ലത്തീനിൽ നിന്ന്. പഴയ ടീച്ചർമാരുടെ ഗുണം ഇതാ, പഴയ ഭാഷകൾ അറിയാം. ഇനി ആ മൂലപദത്തിന്റെ അർത്ഥം അത് ബുദ്ധിമുട്ടാകും, വിട്ടേക്കല്ലേ. അതാ നെക്സ്റ്റ് യുവർ ചാൻസ്. ദൈവത്തിന്റെ നിയമം. ദൈവത്തിന്റെ നിയമം അല്ല, ഭർതൃ സഹോദരൻ. കറക്റ്റ് ആൻസർ, ഭർതൃ സഹോദരൻ. ലാറ്റിൻ വാക്ക് ലേവീർ. അപ്പൊ ഈ ചോദ്യത്തിന് ടീച്ചർ ആദ്യത്തെ ഭാഗം ഉത്തരം പറഞ്ഞതുകൊണ്ട് 5 പോയിന്റ് ടീച്ചർ. രണ്ടാമത് പൂർണ്ണ ഉത്തരത്തിന് കിട്ടേണ്ട പകുതി 2.5 മാർക്ക് സിസ്റ്റർ ബെറ്റിക്ക് കിട്ടും. നമ്മൾ ഈ റൗണ്ടിന്റെ അവസാനത്തിലേക്ക് വരികയാണ്. 2ാം റൗണ്ട് ഇവിടെ പൂർണ്ണമാകുകയാണ്. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന സ്കോർ മാർക്ക് എത്രയാണ്, അതനുസരിച്ച് വേണം അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് വാശിയോടെ മുന്നേറാൻ. സ്കോർ അറിയാൻ ജിഷയെ നമുക്ക് കേൾക്കാം. ഈ 2 റൗണ്ടുകൾക്കൊടുവിൽ നമുക്ക് കേൾക്കാം നമ്മുടെ മത്സരാർത്ഥികൾ എത്ര വീതം സ്കോറുകൾ കരസ്ഥമാക്കിയിരിക്കുന്നുവെന്ന്. ശ്രീമതി NJ മേരി 6.5 പോയിന്റ്, ശ്രീമതി ജോളി റോബർട്ട് 5 പോയിന്റ്, കുമാരി സോഫി ജോസഫ് 26.5 പോയിന്റ്, കുമാരി അനില സോജൻ 15 പോയിന്റ്, സിസ്റ്റർ ബെറ്റി LAR 27.5 പോയിന്റ്, ആൻ ആൻഡോ 1.5 പോയിന്റ്. ലോഗോസ് ക്വിസ് 2012 അതിന്റെ മെഗാ ഫൈനലിന്റെ അവസാനത്തെ റൗണ്ടിലേക്കാണ് നമ്മൾ വരുന്നത്. ഇനി ഒരു ചാൻസ് ഇല്ല. ഈ വർഷം ലോഗോസ് പ്രതിഭയാകാൻ ഇനി ഒരു ചാൻസ് നിങ്ങൾക്ക് 6 പേർക്കുമല്ല, വേറെ ആർക്കുമില്ല. നിങ്ങൾക്ക് 6 പേർക്കേ ഉള്ളൂ. ഇതാണ് അവസാനത്തെ ചാൻസ്. ഈ റൗണ്ടോടുകൂടി ഇതിവിടെ തീരുകയാണ്. അതുകൊണ്ട് എല്ലാ ശ്രദ്ധയും എല്ലാ കഴിവും പ്രയോഗിച്ച് പരിശ്രമിക്കാവുന്ന അവസാനത്തെ റൗണ്ട് 50-50 റൗണ്ടാണ്. നിങ്ങൾക്കറിയാം അതിന്റെ പ്രത്യേകതകൾ. പക്ഷെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ ജിഷയെ ഞാൻ ക്ഷണിക്കുന്നു. അവസാന റൗണ്ടായ 50-50 റൗണ്ടിൽ ഓരോ മത്സരാർത്ഥിക്കും ഓരോ ചോദ്യം ലഭിക്കുന്നതായിരിക്കും. ചോദ്യങ്ങൾക്കൊപ്പം 4 സൂചകങ്ങളും തരും. എന്നാൽ സൂചകങ്ങളുടെ സഹായമില്ലാതെ ചോദ്യം കേൾക്കുന്ന മാത്രയിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം നൽകുവാനായാൽ ക്വിസ് മാസ്റ്റർ നിങ്ങൾക്ക് 15 പോയിന്റ്സ് നൽകുന്നതായിരിക്കും. അഥവാ സൂചകങ്ങളുടെ സഹായം ആവശ്യമായി വന്നാൽ നിങ്ങൾക്ക് 10 പോയിന്റ്സ് ആയിരിക്കും 4 സൂചകങ്ങളുടെ സഹായത്തോടെ നിങ്ങൾക്ക് ലഭിക്കുക. അതേസമയം വീണ്ടും 2 സൂചകങ്ങളാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പോയിന്റ് 5 മാത്രമായിരിക്കും. നമ്മൾ ഈ റൗണ്ടിന്റെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഈ നിമിഷം കൊണ്ടുവരിക. ഇത്തവണത്തെ
ഈ ലോഗോസ് പ്രതിഭയ്ക്ക് ഒന്നാം സ്ഥാനത്ത് വരുന്നയാൾക്ക് കിട്ടാൻ പോകുന്ന സമ്മാനം എന്തായിരിക്കും? ഹോളി ലാൻഡ്, വിശുദ്ധ നാട്ടിലേക്കുള്ള സന്ദർശനം. ഇത് വലിയൊരു കാര്യമാണ്. വിശുദ്ധ നാട്ടിലേക്കുള്ള ഒരു ടൂർ ഒരു ഫോറിൻ ടൂർ ആയതുകൊണ്ടല്ല. കാരണം വേദപുസ്തകം പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ, അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് കൂടുതൽ അടുപ്പത്തോടെ പോകാനുള്ള ഏറ്റവും വലിയ കുറുക്കുവഴി എന്ന് പറയുന്നത് ഹോളി ലാൻഡ് സന്ദർശിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നയാൾക്ക് കിട്ടുന്ന സമ്മാനം വളരെ നല്ലതാണ്. ഹോളി ലാൻഡ്, വിശുദ്ധ നാട്ടിലേക്കുള്ള സന്ദർശനം. ഇത്തവണ ഇത് ഒരാൾക്കാണ് ബൈബിൾ കമ്മീഷൻ ഇത് വെച്ചിരിക്കുന്നത്. എൻ്റെ ഒരു ആശംസയും എൻ്റെ ഒരു പ്രതീക്ഷയും അടുത്ത വർഷം 2013 ആകുമ്പോൾ ഓരോ റൗണ്ടിലും ഒന്നാം സ്ഥാനത്തേക്ക് വരുന്ന, ഓരോ ഏജ് ഗ്രൂപ്പിലും ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നയാള് എന്ന് പറഞ്ഞാൽ 6 പേർക്കെങ്കിലും ഹോളി ലാൻഡിന് പോകാനുള്ള അവസരം ബൈബിൾ കമ്മീഷനും ദൈവം തമ്പുരാനും ഉണ്ടാക്കി തരും. അതുകൊണ്ട് നമ്മൾ വീണ്ടും ചോദ്യത്തിലേക്ക് വരിക. 50-50 റൗണ്ട് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം മേരി ടീച്ചറോടാണ്. ആകയാൽ സഹോദരരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവര് ആയിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. അധ്യായം, വാക്യം. 2 പത്രോസിൽ 1-ാമത്തെ അധ്യായം. 2 പത്രോസ് 1-ാമത്തെ അധ്യായം. അത്രയും ശരിയാണ്. പിന്നെ അത് 10-ാമത്തെ സെന്റൻസ് ആണ്. 10-ാമത്തത് കറക്റ്റ് ആണ്. എന്താ ഒരു സംശയം? ചോദ്യം ശ്രദ്ധിക്കുക. ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം മൂലം നിങ്ങളിൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ. അധ്യായം ഏത്? വാക്യം ഏത്? അധ്യായം 1 വാക്യം 2. ഉറപ്പാണോ? കറക്റ്റ് ആൻസർ. അധ്യായം 1, 2 പത്രോസ് 1-2. വീണ്ടും 15 മാർക്ക് ജോളി. അടുത്ത ചാൻസ് സോഫിയുടേതാണ്. ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കുക. നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു. അധ്യായവും വാക്യവും ഏത്? 2 പത്രോസ് 3:13. ശരിയാണോ? അതെ, ശരിയാണ്. ശരിയാണ്. എങ്കിൽ ഉറപ്പ്. 2 പത്രോസ് 3:13. 15 മാർക്ക്. അടുത്ത ചാൻസ് അനിലയുടെ. അനില, ചോദ്യം ശ്രദ്ധിക്കുക. ഞാൻ ഈ കൂടാരത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം ഓർമ്മപ്പെടുത്തൽ വഴി നിങ്ങളെ ഉണർത്തുന്നത് ഉചിതമാണെന്ന് കരുതുന്നു. അധ്യായവും വാക്യവും. വിശുദ്ധ പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. 1:13. ശരിയായ ഉത്തരം. അനിലേക്ക് 15. ബെറ്റി, ഇറ്റ് ഈസ് യുവർ ചാൻസ്. ചോദ്യം. എന്റെ വേർപാടിനു ശേഷവും നിങ്ങൾ ഇക്കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടത് ഞാൻ ചെയ്യും. അധ്യായവും വാക്യവും പറയുക. 2 പത്രോസ് 1:15. 2 പത്രോസ് 1:15. കറക്റ്റ് ആൻസർ. 15 മാർക്ക്. മെഗാ ഫൈനലിന്റെ തന്നെ അവസാനത്തെ ചോദ്യത്തിലേക്ക് വരിക. അവസാനത്തെ ചോദ്യത്തിന് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഉത്തരം പറയാനുള്ള അവസരം ആൻഡാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു. എന്തെന്നാൽ ഞങ്ങളും അവന്റെ കൂടെ വിശുദ്ധ മലയിലുണ്ടായിരുന്നു. അധ്യായം ഏത്? വാക്യം ഏത്? 2 പത്രോസ് 1-ാം അധ്യായം 18-ാം വാക്യം. 2 പത്രോസ് 1:18. കറക്റ്റ് ആൻസർ. ശരിയായ ഉത്തരത്തോടു കൂടെ, അത് ഒരു പ്രൂവുമില്ലാതെ ശരിയായ ഉത്തരത്തോടു കൂടെ 2012 ലോഗോസ് ക്വിസിന്റെ മെഗാ ഫൈനൽ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇനി നമുക്ക് അറിയേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം. ആരാണ് ലോഗോസ് 2012 പ്രതിഭ? അത് ഇവിടെ പ്രഖ്യാപിക്കുന്നതിന് ഏറ്റവും ഉചിതനായ വ്യക്തി ഒരു കാരണത്താലല്ല, 2 കാരണത്താൽ. ഏറ്റവും ഉചിതനായ വ്യക്തി നമുക്കിടെ ഏറ്റവും പ്രിയങ്കരനായ പുന്നക്കോട്ടിൽ പിതാവാണ്. കാരണം 1 ബൈബിൾ കമ്മീഷന്റെ ചെയർമാൻ, 2 നിങ്ങളിൽ പലർക്കും അറിയാൻ മേലായിരിക്കും, മെത്രാന്മാരുടെ ഇടയിലെ ബൈബിൾ പണ്ഡിതനാണ് ജോർജ് പുന്നക്കോട്ടിൽ പിതാവ്.
ബഹുമാനപ്പെട്ട ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനെ ഈ വേദിയിലേക്ക് പ്രതിഭയാരാണെന്ന് പ്രഖ്യാപിക്കാനായിട്ട് സ്നേഹപൂർവ്വം ഹൃദ്യമായിട്ട് ഞങ്ങൾ ക്ഷണിക്കുന്നു. ഒപ്പം ബഹുമാന്യനായ ജോഷി മയ്യാറ്റിൽ അച്ഛൻ, അതോടൊപ്പം സ്റ്റീഫൻ ആലത്തറയച്ചൻ, സ്നേഹപൂർവ്വം നിങ്ങളും ഈ വേദിയിലേക്ക് കടന്നു വരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ലോഗോസ് ക്വിസിന്റെ റിസൾട്ട് 1ാം സ്ഥാനം ലോഗോസ് പ്രതിഭ സിസ്റ്റർ പേറ്റി ലാൽ. 2ാം സ്ഥാനം സോഫി ജോസഫ്. 3ാം സ്ഥാനം അനില സ്വാഗതം. Congratulations, Sister Betty. You are the best. മറ്റുള്ളവർക്കെല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. സോഫിക്കും അനിലായിക്കും മറ്റുള്ളവർക്കും പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. KCBC ബൈബിൾ കമ്മീഷനും കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലോഗോസ് ക്വിസ് 2012 കേരള സഭ മുഴുവൻ കാത്തിരിക്കുന്ന ലോഗോസ് പ്രതിഭാ സമ്മാനദാന ചടങ്ങിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശിഷ്ടാതിഥികളെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ്, റവറൻ ഡോക്ടർ സ്റ്റീഫൻ ആലത്തറ, ശ്രീ എബ്രഹാം കെ ജോർജ്, ഡോക്ടർ തോമസ് പാലക്കൽ. അനുഗ്രഹ വചസ്സുകൾക്കായി സാദരം ക്ഷണിക്കുന്നു അഭിവന്യ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ്, ചെയർമാൻ KCBC ബൈബിൾ കമ്മീഷൻ ആൻഡ് കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി. സ്കൂളുകളിലെല്ലാം ക്വിസുണ്ട്, ഇടവുകളിൽ ക്വിസുണ്ട്, സംസ്ഥാനത്തെ എല്ലാ സ്ഥാപനങ്ങളിലും തന്നെ ക്വിസുണ്ട്. ഇപ്പോൾ ക്വിസ് നാട്ടിലെ ഒരു ജ്വരം ആയി തീർന്നിരിക്കുന്നു പറയാം. എങ്കിലും ഇങ്ങനെയുള്ളൊരു ക്വിസ്, തീർത്തും ആധ്യാത്മിക കാര്യത്തിന് വേണ്ടിയുള്ള ക്വിസ്, ഒരു പ്രത്യേക കാര്യത്തിൽ ബൈബിളിനെ മാത്രം കേന്ദ്രീകരിച്ചുള്ള ക്വിസ് കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുകയാണ്. ഇതിലെല്ലാ സഭകളും സംബന്ധിക്കുന്നു. സഭകളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിലെ എല്ലാ രൂപതകളും സംബന്ധിക്കുന്നു. പക്ഷെ കേരളത്തിലെ മറ്റ് സഭകൾ കൂടി പങ്കെടുക്കാവുന്ന മനോഹരമായ ക്വിസാണിതെന്ന് അവർ സാവധാനം മനസ്സിലാക്കി വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനം പഠിക്കുവാനുള്ള താല്പര്യം ഒത്തിരി കൂടിയിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന ഒരു പ്രായമേറിയ ഒരാളിവിടെ വന്നിരുന്നു. എന്തിനാ ബൈബിൾ വാക്യങ്ങൾ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെമ്മറിയിലും ഓർമ്മയിലും നിലനിന്നാൽ അത് പിന്നീട് അതേക്കുറിച്ച് ഓർക്കാൻ പറ്റുകയുള്ളൂ. ബൈബിൾ നമ്മുടെ വഴികാട്ടിയാണ്, നമ്മുടെ പ്രചോദനമാണ്, നമ്മുടെ വെളിച്ചമാണ്. പ്രാർത്ഥിക്കുവാൻ നമുക്ക് മാർഗദർശനം തരുന്ന ബൈബിളാണ്. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് ഇതിലൂടെയാണല്ലോ നടക്കേണ്ടത്. നമ്മളെ വഴി കാണിച്ചു തരുന്നത് ഇങ്ങനെയാണല്ലോ, ബൈബിളാണല്ലോ, ദൈവത്തിൻ്റെ വചനമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ ശക്തിയാണ് നമുക്ക്. ഒന്നുമില്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്ക് ഓർച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുമല്ലോ നമുക്ക്. ദൈവമേ, അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾ കുഴക്കം, എൻ്റെ വഴിയിൽ പ്രകാശമാവുന്ന വാക്ക് ഓർത്തുകൊണ്ട് വാക്ക് ബൈബിളിലെ ഒരു വാക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ ജീവിതത്തിന് വലിയ പ്രചോദനം, ജീവിതത്തിന് വലിയ ശക്തി, അതിനുള്ള ജീവിതത്തിന് വലിയ ഒരു ദൈവകൃപാവരത്തിൻ്റെ സ്രോതസ്സാണ് ബൈബിള്. ബൈബിളിനെ ശ്രാവ്യ സംസ്കാരം, ശ്രാവ്യ കൂദാശ എന്ന് പറയാറുണ്ട്. വചനം ശ്രവിക്കുന്നതിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് ദൈവശാസ്ത്രന്മാർ പഠിപ്പിക്കാറുണ്ട്. എവാഗ്രീവ്സ് എന്ന ദൈവശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്, പുരാതന ജീവിച്ചതാണ്, സൂര്യൻ കണ്ണ് തുറന്നു വരുമ്പോൾ നിന്നെ ബൈബിള് മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നവനായിട്ട് കാണട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നീ മടിയിൽ ബൈബിളും വെച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ കാണണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എവാഗ്രീവ്സ് പോന്തോസ്. അതായത് നമ്മുടെ ഈ വലിയ ക്വിസ് നടത്താനായിട്ട് ഒത്തിരി പേര്, നൂറുകണക്കിന് പേര് ബുദ്ധിമുട്ടി. കാരണം ഇത് ഇടവുകളിൽ തുടങ്ങിയതാണ്, രൂപതകളിൽ അത് രീതിയിൽ പിന്നീട് ഇങ്ങോട്ട് വന്നു.
ആദ്യത്തെ രജിസ്ട്രേഷൻ മുതൽ സമാപനം വരെ എത്രയോ ആളുകൾ കഠിന അധ്വാനം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ബൈബിൾ ക്വിസ് ഇത്രയും ഭംഗിയായിട്ട് സമാപിക്കാൻ സാധിച്ചത്. നിങ്ങൾ ഊഹിച്ചു നോക്കുക. അവരെല്ലാവരെയും ഈ നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു. നന്ദി പിതാവേ. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലും POC ഡയറക്ടറുമായ റവറൻ ഡോക്ടർ സ്റ്റീഫൻ ആലത്തറയെ ക്ഷണിക്കുന്നു. ആദ്യമേ തന്നെ ഈ ലോഗോസ് ക്വിസില് സമ്മാനാർഹരായ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിരവധി പേർ പങ്കെടുത്തു. 5,61,000 പേർ. അവരെല്ലാം ദൈവവചനം പഠിക്കാനും അതും ഉൾക്കൊള്ളാനും അവർ കാണിച്ച അതീഷ്ണതയെ ഓർത്തുകൊണ്ട് പ്രത്യേകിച്ച് കേരള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നന്ദിപൂർവ്വം അവരെ സ്മരിക്കുന്നു. ഈ ക്വിസ് വളരെ വിജയമാക്കി മാറ്റുന്നത് കേരളത്തിലെ കത്തോലിക്ക രൂപതയുടെ ബൈബിൾ അപ്പോസ്റ്റലേറ്റ് ഡയറക്ടർമാരാണ്. അവരിൽ ചിലരുടെ സന്നിഹിതരാണ്. കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് KCBCക്ക് അവരോട് വലിയ കടപ്പാടുണ്ട്. ഈ അച്ഛന്മാർ കാണിക്കുന്ന സഹകരണമില്ലായെങ്കിൽ രൂപതകളിൽ ഇത്രയധികം ഇത് പ്രചാരം നേടാൻ സാധിക്കില്ലായിരുന്നു. അവരുടെ വലിയ സഹകരണത്തെ നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം KCBCയുടെ ബൈബിൾ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഭിവന്യ ജോർജ് പുന്നോക്കോട്ടിൽ പിതാവിന്റെ പ്രവർത്തനങ്ങൾ കേരള സഭയ്ക്ക് എപ്പോഴും അഭിമാനമാണ്. ഒപ്പം കേരളത്തിൽ അറിയപ്പെടുന്ന ബൈബിൾ പണ്ഡിതനും കഴിഞ്ഞ 3 വർഷങ്ങളായി കേരളത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ബൈബിൾ ശുശ്രൂഷയെ ധീരമായി പ്രവാചക ദൗത്യത്തോടുകൂടി നയിക്കുന്ന ജോഷി മയ്യാട്ടിൽ അച്ഛനെ നന്ദിയോടെ മാത്രമേ കേരള സഭയ്ക്ക് ഓർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരിക്കൽ കൂടി ഈ ക്വിസിൽ പങ്കെടുത്ത എല്ലാവരെയും, പ്രത്യേകിച്ചും ഇന്ന് സമ്മാനാർഹരായ ഏവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഭാവിയിലും ദൈവവചനം ഉൾക്കൊള്ളാനും വിശ്വാസവർഷത്തിൽ പരിശുദ്ധ പിതാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് പോലെ വിശ്വസിക്കുമ്പോഴുന്ന വലിയ സന്തോഷവും വിശ്വാസം പങ്കുവയ്ക്കുന്നതിലുള്ള വലിയ ആവേശവും ദൈവവചനത്തിലൂടെ കണ്ടെത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തതായി സമ്മാനദാനമാണ്. ഓരോ വിഭാഗത്തിൽ നിന്നും 1, 2, 3, 4 സ്ഥാനങ്ങളിലേക്ക് എത്തിയ എല്ലാവർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. അതിനുവേണ്ടി അഭിമന്യ പിതാവിനെ ക്ഷണിക്കുന്നു. ലോഗോസ് പ്രതിഭയ്ക്ക് നമ്മൾ സമ്മാനം നൽകുന്നത് സൗജന്യ വിശുദ്ധ നാട് തീർത്ഥാടനവും ക്യാഷ് അവാർഡും. 10,000 രൂപയുടെ ക്യാഷ് അവാർഡും സൗജന്യ വിശുദ്ധ നാട് തീർത്ഥാടനവുമാണ് ലോഗോസ് പ്രതിഭയായ സിസ്റ്റർ ബെറ്റി LAR പിതാവിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത്.
നന്ദി പറയുന്നതിനായി റവറൻ ഡോക്ടർ ജോഷി മയ്യാറ്റിലിനെ ക്ഷണിക്കുന്നു. ലോഗോസ് ക്വിസ് വിശ്വാസ സാക്ഷരതയുടെ പ്രതീകമാണ്. വിശ്വാസ സാക്ഷരത വർദ്ധിക്കുന്നതനുസരിച്ച് വിശ്വാസ സാക്ഷ്യവും വർദ്ധിക്കും. വചന സാക്ഷരതയിൽ കേരളീയർ മുമ്പിലേക്ക് വരുന്നു എന്നാണ് 5,61,000 എന്ന അംഗസംഖ്യ സൂചിപ്പിക്കുന്നത്. ഈ വർഷത്തെ ലോഗോസ് ക്വിസ് ഇത്രയ്ക്ക് സുന്ദരമായി ഇവിടെ സമാപിക്കുമ്പോൾ നന്ദി എന്ന 2 വാക്കുകൾ ഒത്തിരി പേരോട് പറയേണ്ടതുണ്ട്. ഈ വേദിയിൽ നിന്ന് ഈ ഒരു കൊച്ചു മൈക്കിലൂടെ ഞാൻ ഈ കേരളത്തിലെ എല്ലാ രൂപതകളിലെയും ബൈബിൾ അപ്പോസ്റ്റലേറ്റ് ഡയറക്ടർമാർക്ക് നന്ദി പറയുകയാണ്. ഓരോ ഇടവകയിലെയും ലോഗോസ് സംഘാടകരെ നന്ദിയോടുകൂടി ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ്. ലോഗോസിന് പേര് രജിസ്റ്റർ ചെയ്യുകയും ലോഗോസ് ക്വിസിന് വേണ്ടി ഒരുങ്ങുകയും പരീക്ഷയിൽ പങ്കെടുക്കുകയും വിജയിക്കുകയും അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോവുകയും ആരായാലും കൊള്ളാം, എല്ലാവരെയും ഈ വേദിയിൽ നിന്നുകൊണ്ട് ഞാൻ നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നതിൽ ഒത്തിരി 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 മനുഷ്യർ ഒന്നിച്ച് പ്രവർത്തിച്ചു. കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റിയാണ് ലോഗോസ് ക്വിസ് സംഘടിപ്പിക്കുന്നത്. അഭിമന്യ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് ചെയർമാനായുള്ള കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റിയിലെ ചെയർമാനെയും വൈസ് ചെയർമാനെയും ജോയിന്റ് സെക്രട്ടറിയെയും ട്രഷററിനെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാനേജിംഗ് കൗൺസിൽ മെമ്പേഴ്സ് ഇവരെ എല്ലാവരെയും അതുപോലെ 10,000-ഓളം വരുന്ന കേരള കാത്തലിക് ബൈബിൾ സൊസൈറ്റി അംഗങ്ങളെയും ഈ നിമിഷം ഇവിടെ ഞാൻ നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്റ്റീഫൻ അച്ഛൻ്റെ യാതൊരു കലവറയും കൂടാതെയുള്ള സഹായം നമ്മുടെ ലോഗോസ് ക്വിസിൻ്റെ സുന്ദരമായ നടത്തിപ്പിന് തീർച്ചയായും സഹായകമാണ്. അച്ഛനോടൊപ്പം തന്നെ ഇവിടെ POCയിലുള്ള വ്യത്യസ്ത കമ്മീഷനുകളുടെ സെക്രട്ടറി അച്ഛന്മാർ, ഇവിടെയുള്ള റെവറൻ സിസ്റ്റർ സ്റ്റാഫ്, അതുപോലെ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, ഇവരെല്ലാവരും ചേർന്നാണ് ലോഗോസ് ക്വിസിനെ ഈ രീതിയിൽ നടത്തിപ്പ് കാര്യങ്ങളിൽ സഹായിക്കുന്നത്. ഇവർക്കെല്ലാവർക്കും സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, ജോളി അച്ഛൻ്റെയും യേശുദാസ് അച്ഛൻ്റെയും പേര് ഞാൻ ഇവിടെ പറയാതെ പോയാൽ ഒരിക്കലും ക്ഷമിക്കപ്പെടാത്തൊരു തെറ്റായി മാറും എന്നെനിക്കറിയാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.